പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു സ്വാലിഹായ കർമ്മങ്ങളായി അംഗീകരിച്ച് പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന് നിരക്കാത്ത, ആത്മാർത്ഥതയോട് യോജിക്കാത്ത, മനുഷ്യർ കാണണമെന്ന ആഗ്രഹത്തോടുകൂടെ വല്ലതുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കാൻ യോഗ്യൻ അള്ളാഹു മാത്രമാണ്. അവൻ നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഇഖ്ലാസ് അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്, നാം ഓരോരുത്തരും പരലോക യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് വിശുദ്ധ വ്യക്തിത്വങ്ങളായി മാറി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എൻ്റെ വിശ്വാസം അതാണ്. അതുമാത്രമല്ല, നാം ഒരു പൊതി ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. ആ പൊതിക്കകത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട, അവൻ ആഗ്രഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലൂടെ നിർദ്ദേശിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ പൊതിയിലുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ മുമ്പിൽ, കാരുണ്യവാൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ സന്നദ്ധരായി നിൽക്കുകയാണ് നാം ഓരോരുത്തരും. അള്ളാഹു നമ്മുടെ സന്നദ്ധതയെ അംഗീകരിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നന്മകളുടെ പൊതിയുമായി നാം വന്നു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലുള്ള നമ്മുടെ വിശ്വാസം, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യരെ നാം പടച്ചു. പടയ്ക്കുക മാത്രമല്ല, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവരുടെ മനസ്സിലൂടെ വരുന്ന തോന്നലുകളൊക്കെയും അറിയുന്നവനായ ഞാനാണ് നിങ്ങളെ പടച്ചത്. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. റമദാനിൻ്റെ 1-ാം തീയതി മുതൽ ഈ 25-ാം തീയതി വരെ നാം ചെയ്യുന്ന അമലുകളുടെ നിദാനം എന്താണ്? ഒരു കളവുമില്ലാതെ ആത്മാർത്ഥതയോടുകൂടെ പരമാവധി പടച്ചവനെ നീ ഞങ്ങൾക്ക് കൂലി തരണമെന്ന പ്രതീക്ഷയോടുകൂടെ നാം എന്തൊക്കെ അമലുകളാണ് ചെയ്തു കൂട്ടിയത്. എന്താണതിൻ്റെ കാരണം? നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു തഖ്വ ബോധമുള്ളത് കൊണ്ടാണ് നാം അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ സൽക്കർമ്മമാകണമെന്ന ഉദ്ദേശശുദ്ധിയോടുകൂടെ നാം നിർവഹിച്ചു. അതിൻ്റെ കാരണമാണ് നമ്മുടെ വിശ്വാസം. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്തുകൊണ്ട് തെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിട്ട് നാം ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള എൻ്റെ ആദർശപരമായ വിശ്വാസം എന്ന് പറയുന്നത് നഹ്നു അഖ്റബു മിൻ ഹബ്ലിൽ വരീദ്, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാടിയേക്കാൾ അടുത്താണ് പടച്ചവനുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. അവൻ ഏൽപ്പിക്കപ്പെട്ട 2 മലക്കുകൾ നമ്മുടെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാവൽക്കാരായ 2 മലക്കുകൾ നിങ്ങൾക്ക് വലതും ഇടവും ഇരുന്ന് അവർ നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ് എന്നിൽ തഖ്വ ബോധം ഉണർത്തിയത്.
കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അവസാനം അതിൻ്റെ യഥാർത്ഥ ആത്മാർത്ഥതയോടുകൂടെയാണ് നിങ്ങൾ നിർവഹിച്ചത് എങ്കിൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവരായി മാറും എന്ന വാക്കല്ല അള്ളാഹു ഉപയോഗിച്ചത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭയഭക്തിയുള്ളവരായി തീരും. ഭക്തി എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് വരുന്നത് എങ്കിൽ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ, എന്നെ മോചിപ്പിക്കാൻ, എൻ്റെ പ്രവർത്തനങ്ങളെ കരകയറ്റാൻ ഈ ഭക്തി മതിയാവുകയില്ല, ഭയവും കൂടെ വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് തത്തഖൂൻ, മുത്തഖീൻ എന്ന വാക്കിന് നിങ്ങൾ ഭയമുള്ളവരാകണം, നിങ്ങൾ ഭക്തിയുള്ളവരാകണം. ഭയഭക്തി സമ്മിശ്രമായ ഒരു ജീവിത ശൈലി നിങ്ങൾക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്നത് മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന് പറയുന്ന നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട വളരെ വിദഗ്ധരായ അള്ളാഹുവിൻ്റെ മാലാകമാർ അല്ലെങ്കിൽ മലക്കുകൾ, മാ യൽഫദു മിൻ ഖൗൽ, അവരെ മറച്ചു വെച്ചുകൊണ്ട് അവരെ എന്തെങ്കിലും ആക്കാമെന്ന വിചാരത്തിൽ നിങ്ങൾ തൊണ്ടയെ അനക്കിയാൽ മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദും അറിയാതെ ഒരു തൊണ്ടയെ അനക്കുവാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത വിധമുള്ള സംവിധാനമാണ് ഞാൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന അള്ളാഹുവിൻ്റെ വചനത്തിലുള്ള എൻ്റെ വിശ്വാസം, ആ ആദർശമനുസരിച്ചുള്ള എൻ്റെ ചലനം, അതിനനുസൃതമായ ഖുർആനിന്റെ നിർദ്ദേശം, ആ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാർഗത്തിലുള്ള ഛേദോവികാരമായ അനുകരണീയമായ മാതൃകകൾ അവിടെ നിൽക്കുകയാണ് പ്രവാചകൻ. ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് നാം പോകുമ്പോൾ എനിക്ക് പറയാൻ തോന്നിപ്പോവുകയാണ്, എൻ്റെ മുമ്പിലുള്ള നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മുമ്പിൽ നീ എപ്പോൾ വിളിച്ചാലും ശരി ഞങ്ങൾ വരാൻ സന്നദ്ധരാണ് എന്ന് വിളിച്ചു പറയുന്നത് പോലെ സന്നദ്ധരായിട്ടാണ് നാം ഓരോരുത്തരും ഈ വെള്ളിയാഴ്ച, റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയോട് വന്നിരിക്കുന്നത്. സന്നദ്ധരാണ്, നീ വിളിച്ചോളൂ. ഈ റൂഹിന് വിളിച്ചിട്ട് റൂഹിന് പറയാൻ കഴിയുമോ? ഇല്ല, എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ലെന്ന്, പറ്റൂല എന്ന് പറയില്ലല്ലോ, പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? അത് നമ്മുടെ ആദർശത്തിൽപ്പെട്ടതാണ്. വിധി വന്നു കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സമയം നമുക്ക് പിന്തിച്ചു തരികയില്ല. ഈ റമദാനിനും അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ 2 സംഭവങ്ങൾ ഓർമ്മയിൽ തികട്ടി വരുന്നുണ്ട്. ദഹനമില്ലായ്മ കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഒന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതിലുള്ള ദഹനക്കുറവുണ്ട് നമുക്ക്. ഒരു സുഹൃത്ത് നാളെ എടുക്കേണ്ട ഖുർആൻ പഠന ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം പ്രിപ്പറേഷൻ ചെയ്ത് എഴുതി വച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ആ പ്രിപ്പയർ ചെയ്ത ഖുർആൻ ക്ലാസ് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ പടച്ചവൻ്റെ വിളി കേട്ടുപോയി. 40-ന് താഴെ പ്രായമുള്ള വ്യക്തിയാണ്. മരണത്തിന് പ്രായം വിഷയമല്ല. മറ്റൊരു സുഹൃത്ത് നടന്നു വരുന്ന റമദാനിലെ ഒരു പരിശീലനം, ഒരു തർബിയത്ത് പരിപാടി, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായപ്പോൾ ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് തുടരാമെന്ന് പറഞ്ഞു. ആ കേട്ട എല്ലാവരും ആ സദസ്സിൽ തുടർന്നു. പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായി.
പറഞ്ഞ ആൾ യാത്രയാകുന്നു, കേട്ട ആളുകൾ അവിടെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, കഴിയേണ്ടതല്ല നമുക്ക്. ഞാൻ നെഞ്ചത്ത് കൈവച്ച് ചോദിക്കുകയാണ്, നമ്മളിൽ ഓരോ വ്യക്തികളും, ഞാൻ പറയുന്നു ഓരോ വ്യക്തികളും തങ്ങളുടെ പ്രവർത്തനം, ഞാൻ വായു തുറന്നത്, ഞാൻ വർത്തമാനം പറഞ്ഞത്, ഞാൻ ആളുകളുമായിട്ട് സംസാരിച്ചത്, ഞാൻ അവരുമായി ബന്ധപ്പെട്ടത്, കൊടുക്കൽ വാങ്ങൽ നടത്തിയത്, ഇതിലൊന്നും ആത്മാർത്ഥതയുടെ കുറവിൻ്റെ ഒരംശവുമില്ല എന്ന് ഈ സമയത്ത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം ഈഹലോകത്തും രക്ഷപ്പെടും, പരലോകത്ത് രക്ഷപ്പെടും. അല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇഹലോകത്ത് വെളിച്ചത്തിൻ്റെ ചില നാമ്പുകൾ ഉള്ളതായി നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള വിജയം ഇവരുടെ അടുക്കലേക്ക് ചെല്ലുകയില്ല എന്നത് ആത്മാർത്ഥമായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എങ്കിൽ, അവൻ അറിയിക്കുന്നതാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, പടച്ചവന് 25 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. അതെ, 25 ദിനരാത്രങ്ങൾ റമദാന്റെ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഈ നിർവഹിച്ചതൊക്കെ പടച്ചവനെ നിന്നെ കണ്ടുകൊണ്ടല്ല, നിന്റെ വാക്കുകൾ കേട്ടുകൊണ്ടല്ല, നിന്റെ വാക്കുകളല്ല, യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ നിന്നെ ഞാൻ വിശ്വസിച്ചു, അദൃശ്യമായ നിന്റെ കൽപ്പനകൾ ഞാൻ കേട്ടു. നിന്റെ കൽപ്പനയിൽ ഒന്ന് എന്തായിരുന്നു? നാളെ പരലോകത്ത് സ്വർഗം തരും, നീ മുത്തഖിയാകും, നീ നോമ്പ് വച്ചാൽ മതി എന്ന ഈ കൽപ്പന നൽകിയ പടച്ചവനെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്നെ ഞാൻ കേട്ടിട്ടില്ല. നീ എനിക്ക് കാത്തു വച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് എനിക്ക് ഒരു വിവരവുമില്ല, എനിക്ക് അറിയാനുള്ള വഴിയുമില്ല. എന്നിട്ടും പടച്ചവനെ നിന്റെ മുമ്പിൽ ഞാൻ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നു. നമുക്ക് പറയാൻ കഴിയണം, അതെ ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ഞാൻ വിശപ്പ് സഹിച്ചിട്ടുണ്ട്, രാത്രിയിൽ ഉറക്കൊഴിച്ചിട്ടുണ്ട്, മനസ്സ് മുഴുവൻ, ചുണ്ടുകൾ മുഴുവൻ ദിക്റുകൾ കൊണ്ട് തപിച്ചിട്ടുണ്ട്, എൻ്റെ മനസ്സ് പ്രാർത്ഥന കൊണ്ട് മുഴുകിയിരിക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നീ മാത്രമേ ഉള്ളൂ ഹഖ്ഖുൻ, നീ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സൃഷ്ടാവ്, നിനക്ക് മാത്രമേ കഴിയൂ എന്നെ രക്ഷിക്കാൻ എന്ന സത്യസന്ധമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ നിർവഹിച്ചത്. ഇപ്പോൾ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു, നിന്നോട് ആഗ്രഹിക്കുന്നു, നിന്നോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ നീ എന്നെ സ്വർഗത്തിലേക്കാക്കണം. എൻ്റെ വാക്കുകൾ കേട്ട് എൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മനസ്സിലുള്ള അഴുക്കുകൾ വെടിഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടുകൂടെയാണ് നീ മുമ്പിലേക്ക് വന്നത് എങ്കിൽ നിങ്ങൾ ഭാഗ്യം സിദ്ധിച്ചവരാണ്, ഭാഗ്യം സിദ്ധിച്ചവരാണ്, സഈദാണ്. ഈ ഭാഗ്യം സിദ്ധിച്ചത് എന്താണ്? ഫഫിൽ ജന്ന, അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിലാണ്, ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ നിരന്തരം ജീവിച്ചുകൊണ്ടേയിരിക്കും. ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം അവർ സ്വർഗീയമായ അനുഭൂതികൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല ഭാഗ്യം സിദ്ധിച്ചവരായിരിക്കും. നമുക്ക് മാറണ്ടേ? ഒരുപാട് കൊല്ലങ്ങളായി ജീവിക്കുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ, പക്ഷേ യഥാർത്ഥത്തിൽ ആ കർമ്മങ്ങൾ തൂക്കുന്ന സന്ദർഭത്തിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദ്ധരിച്ചതാണ്, എന്തും നമ്മൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ എൻ്റെ വാക്സാമർഥ്യമോ, എൻ്റെ സ്വാധീനമോ, എൻ്റെ അഭിനയമോ, എൻ്റെ വാക്കുകളോ നാളെ പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്ന് അല്ലാഹു ശക്തമായി പറയുകയാണ്. ഇല്ലാ ബി ഖൽബിൻ സലീം, പവിത്രതയുള്ള നല്ല മനസ്സോടുകൂടെ അല്ലാതെ നിങ്ങൾ വന്നാൽ, നല്ല മനസ്സോടുകൂടെയാണോ ബാക്കിയുള്ളതൊക്കെ ഞാൻ അവഗണിക്കും. പക്ഷേ അള്ളാഹു ആവശ്യപ്പെടുന്നത് ഇല്ലാ ബി ഖൽബിൻ സലീം,
നല്ല വൃത്തിയുള്ള വെടുപ്പുള്ള, അതെ, വൃത്തിയും വെടുപ്പുമുള്ള മനസ്സുമായിട്ട് വരണം. എനിക്ക് കഴിയണം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കരയാറുണ്ട്, പടച്ചവനെ അതുപോലൊരു മനസ്സെങ്കിലും എനിക്ക് നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് കിട്ടേണ്ടത് അതാണ്. അതുമാത്രം കിട്ടിയില്ല. സ്വാധീനം എനിക്കുണ്ടായിരുന്നു, വാക്ചാതുര്യം എനിക്കുണ്ടായിരുന്നു, ജനങ്ങളുടെ പിന്തുണ എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ സാമ്പത്തികമായി പലതും ഞാൻ ചേർത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ സഈദ് എന്ന് പറയുന്ന ആ സൗഭാഗ്യവാൻ ഭാഗ്യശാലിയുടെ കൂട്ടത്തിൽ എന്താണ് ഉൾപ്പെടാൻ കഴിയാത്തത് എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ ചില ദിവസങ്ങൾ എന്ന രീതിയിലാണ് ഞാൻ ഉണർത്തുന്നത്. ഇനിയുള്ള നാളുകളിൽ വളരെ ബോധപൂർവം ശ്രദ്ധയോടുകൂടെ നാം തീരുമാനിക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ പലതും പൊള്ളയായിരുന്നു. ആ പൊള്ളത്തരത്തോടുകൂടി ഇനിയും ഞാൻ മുമ്പിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സന്നദ്ധനാണ് നമ്മൾ ജയിക്കാൻ. സ്വർഗത്തിലേക്ക് നമ്മളെ ഇഴുത്തിങ്ങനെ ചെല്ലപ്പെടുന്നവണ്, വലിച്ചു കൊണ്ടുപോകുമെന്നാ പറയണത്. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ മലക്കുകൾ സലാം പറഞ്ഞുകൊണ്ട് കൂട്ടം കൂട്ടമായി മനസ്സ് വെടുപ്പും വൃത്തിയുമുള്ള ആളുകളെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു പുതിയാപ്പിളയുടെ വീട്ടിന് കല്യാണത്തിന് വേണ്ടി കല്യാണ വീട്ടിലേക്കോ മണ്ഡപത്തിലേക്കോ വരുമ്പോഴുണ്ടാകുന്ന ഒരു കൂട്ടിക്കൊണ്ടുവരലുണ്ടാവും. ഇന്നത്തെ കൂട്ടിക്കൊണ്ടുവരലാണോ ഭംഗി, അന്നത്തെയാണോ ഭംഗി എന്നതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ കൂട്ടിക്കൊണ്ട് വരുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഇതേ രീതിയിൽ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. മലക്കുകളാണ്, അള്ളാഹുവിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയുന്നു സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, നിങ്ങൾക്ക് അനുഗ്രഹം, നിങ്ങൾക്ക് വിജയാശംസകൾ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം. ഫദ്ഖുലൂഹാ, നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് ആദരവ് കൊടുക്കപ്പെടുന്ന ഒരു വിഭാഗമായി നാം മാറണമെങ്കിൽ നമുക്കെന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, 3-4 ആഴ്ചകളിലായി ഞാൻ എല്ലാ ദിവസവും ഉരുവിട്ടുകൊണ്ട് പറയുന്നതാണ് മനസ്സിൻ്റെ ശുദ്ധി. മനസ്സിൻ്റെ ശുദ്ധി അത് വളരെ വലുതാണ്. ഈ മനസ്സിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞാൽ കാണാനുള്ള പ്രൗഢിയാണ് എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതെ, പ്രൗഢി, തൻ്റെ ഇടം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തൊക്കെയോ കെട്ടിക്കാഴ്ചകളുണ്ടല്ലോ, ഇതൊന്നുമല്ല. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ നല്ല ഒരു 10,000, 5,000, 6,000 സ്ക്വയർ ഫീറ്റുള്ള എല്ലാ സംവിധാനവുമുള്ള ഒരു വീട്. അതെ, എല്ലാ സംവിധാനവുമുണ്ട്. AC-യും അതുപോലുള്ളതൊക്കെ അത് അത്യാവശ്യമാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. കാശ് വന്നാൽ എന്ത് ചോദ്യവും ചോദിക്കും. ഇരിക്കാൻ കുടിലില്ലാത്തവനെ ഒരു കുടിൽ കിട്ടിയാൽ മതി എന്നുള്ള സമയത്താണ് AC എങ്ങനെ അത് ആഡംബരത്തിൽപ്പെട്ടതാണോ അതൊക്കെ ചോദിക്കുക. ഇപ്പൊക്കെ ചോദിക്കുക. അങ്ങോട്ട് തലയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം ഉണ്ടാവില്ല. അത് വേറെ വിഷയം. നമ്മുടെ വിഷയം അതല്ല. നല്ല സൗകര്യമുള്ള ഒരു വീട്, ഒത്തിണങ്ങിയ ഒരു വീടാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ഒരു കൊച്ചുപുര, ഓടിട്ടത് അല്ലെങ്കിൽ ഓലമേഞ്ഞത് ഏതായാലും ചെയ്യും. എൻ്റെ നാട്, വീട്ടിൻ്റെ പരിസരം എന്ന് പറഞ്ഞത് കർഷകരാണ്. കർഷകർ അവരുടെ മുറ്റം വൃത്തിയാക്കുന്നത് ടൈൽസ് ഇട്ടിട്ടല്ല, ഒന്ന് വെള്ളം തുടയ്ക്കും. ഫിഖ്ഹിൻ്റെ മസ്അല എനിക്കറിയാത്തത് കൊണ്ട് അത് ഇപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഇത് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് ചോദിക്കാം. എന്നിട്ട് കർഷകരെന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിലോ ഒരു കുടത്തിലോ എന്തെങ്കിലുമൊക്കെ അവർ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന
കാളകളുടെയോ പശുക്കളുടെയോ നീ ചാണകം എടുത്ത് കലക്കിയിട്ട് എന്ത് ചെയ്യും? ആ മുറ്റം മുഴുവൻ എന്ത് ചെയ്യും? അങ്ങോട്ട് തെളിക്കും. വർക്കത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു ഉദ്ദേശവും അവർക്കില്ല. പക്ഷേ മണ്ണും പൊടിയൊക്കെ എന്ത് ചെയ്ത് അങ്ങോട്ട് പോയി ഒരു വൃത്തിയും വെടുപ്പും വേണം എന്നതിന് വേണ്ടി ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് ഫിഖ് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ നിൽക്കേണ്ട ഒറ്റ കാര്യമില്ല. നോക്ക്, ഈ ചെറിയ ഒരു ഓട്ടുപുര, മുറ്റത്ത് പ്രത്യേകിച്ച് ടൈൽസോ ടൈൽസിൻ്റെ ഇടയ്ക്കുള്ള പുല്ല് പോലുള്ള പ്ലാസ്റ്റിക്കോ ഒന്നുമില്ലാത്ത ഒരു വീട്, ഇത് ഏത് വീടിനാണ് വൃത്തിയും വെടുപ്പും? നിങ്ങൾ ആ ചെറിയ ചാള എന്ന് പറയുന്ന ആ സംഗതിയാണ്, ചാള എന്ന് വെച്ചാൽ മത്തിയല്ല, ഞാൻ ചെറിയ വീട് ഓലപ്പുര, ഇതിന് വൃത്തിയും വെടുപ്പുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയരുത്. വൃത്തിയും വെടുപ്പും എന്ന് പറയുന്നത് വലിപ്പം കൊണ്ടല്ല, ആകാരത്തിലല്ല, മറ്റ് സൗകര്യങ്ങളിലല്ല. അതല്ലാത്ത ഒരു വൃത്തിയും വെടുപ്പും എന്ന് പറയുന്നതുണ്ട്. കഴിയണം. ഞാൻ ഇന്ന് ബസ്സിൽ വരുമ്പോൾ കണ്ട ഒരു കാഴ്ച, തീരെ നിന്ന് യാത്ര ചെയ്യാൻ ഒരു സൗകര്യവുമില്ലാത്ത അത്രയും വാർദ്ധക്യം പ്രാപിച്ച ഒരു വയസ്സ്, പടച്ചവൻ്റെ കൊണ്ട് ഒരാളും ഒരു സീറ്റ് കൊടുക്കുന്നു. കൊല്ലംകോട്ടുനിന്ന് പാലക്കാട് വരെ വരണം, അതെ, ഒരാളും കൊടുക്കണ്ട. അയാൾക്ക് നിൽക്കാൻ പോലും വയ്യ. അതെ, ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരാൾ, എൻ്റെ മനസ്സിലിങ്ങനെ സംഘർഷമാണ്. ഒരു സംഘർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയില്ലാത്ത ഒരു സംഘർഷം. ആത്മാർത്ഥതയില്ലാത്ത സംഘർഷം എന്ന് പറയുന്നത്, ഞാനൊരു ഖുതുബയ്ക്കാണല്ലോ പോണത്, ആ അവസ്ഥയിൽ ഇരുന്നിട്ട് പോലും ഒരു വൃദ്ധനായ കാരണവർക്ക് നിൽക്കാനുള്ള ആരോഗ്യമില്ലാത്ത സമയത്ത് ഞാനൊന്ന് എഴുന്നേറ്റ് കൊടുത്താൽ എനിക്ക് എന്താണ് എന്ന ആത്മസംഘർഷത്തിൽ ഞാൻ പുതുനഗരം വരെ എത്തി. എന്ത് സംഘർഷം അത്? താനിരുന്ന സൗകര്യത്തിൽ നിന്ന് ഒന്നും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല എന്ന അത്തരത്തിലുള്ളതിന് സംഘർഷം എന്നല്ല പറയുക. എൻ്റെ ഖുതുബയും വെള്ളിയാഴ്ചയും അതിനുള്ള യാത്രയും അതുപോലുള്ള ഖുതുബകളൊക്കെ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കാനുള്ള മനസ്ഥിതി എനിക്ക് ഇല്ലാതിരുന്നാൽ വലിയ വർത്തമാനം പറയാൻ യോഗ്യനല്ല ഞാൻ. അത് അങ്ങനെ തന്നെയാണ് കണക്കാക്കേണ്ടത്. ഞാൻ ഇവിടെ വൃത്തിയും വെടുപ്പുമുള്ള ഒരു മനസ്സുള്ളവനാണ് എങ്കിൽ എൻ്റെ മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നിന്ന് സീറ്റ് കൊടുത്തിരിക്കും. എനിക്കെന്തേ തോന്നിയില്ല? തോന്നാത്തതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള രോഗഗ്രസ്തമായ ഹൃദയങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, എന്നെ വെച്ച് പറയുകയാണ്, അതല്ല നമുക്ക് വേണ്ടത്. അതല്ല നമുക്ക് വേണ്ടത്. ഏതോ ഒരു സുഹൃത്ത് എഴുതിയ ഒരു കഥ ഞാൻ വായിച്ചതുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെ, ഇസ്ലാമികമായ പേരുള്ള ഒരു ചെറിയ സമ്മേളനം കഴിഞ്ഞ ആളുകൾ ബസ് സ്റ്റാൻഡിലേക്ക് ഓടിക്കൂടുകയാണ്. ഏതോ ഗ്രാമത്തിലേക്ക് പോകുന്നൊരു ബസ്സാണ്. അവിടെ പോയി ബസ്സിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും സീറ്റ് പിടിക്കേണ്ട ആളുകളൊക്കെ പിടിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ അതിൽ കയറാൻ ബാക്കിയുള്ളവരാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കത്ത് കുട്ടിയുള്ളവർ, നടക്കാൻ കഴിവില്ലാത്തവർ, ബസ്സിൻ്റെ അകത്ത് കയറാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇവരൊക്കെ പുറത്താണ്. ഇവർ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ആദർശം അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്മേളനത്തിന് കഴിഞ്ഞതിന് ശേഷം വരുന്ന വരവാണ്. ആ സ്പോട്ടിൽ പോലും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നെക്കാൾ കൂടുതൽ പരിഗണന നൽകേണ്ടത് എന്ന് പറയുന്ന ആയത്തുകളൊന്നും ഇവർ കേട്ടിട്ടില്ല. മദീനക്കാരെ കുറിച്ച് പറയുന്നത് അവരുടെ ശ്രേഷ്ഠത എന്താണ്? യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തങ്ങൾക്ക് എന്ത് തന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ പോലും സഹോദരൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന, അവർക്ക് മുൻഗണന നൽകുന്ന ഒരു മനസ്സ് എന്നാണ് നാം കണ്ടുപിടിക്കുക. എപ്പോഴാണ് വിശാലത?
സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ വിശാലമായ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വിശാലത, ആ ഒരു കിളിയുടെ മനസ്സിൻ്റെ വിശാലത എങ്കിലും നമുക്ക് വേണ്ടതില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ. അള്ളാഹു നമ്മെ തുണയ്ക്കട്ടെ എന്ന് 100 വട്ടം പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു ഒരർത്ഥത്തിൽ നമ്മളെ കനിയും ചെയ്യും. കാരണം അവൻ കാരുണ്യവാനായതുകൊണ്ട് ഒരു കർശനമായിട്ട് നോക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതെ, നമ്മുടെ കണക്കുകൾ കർശനമായി നോക്കാൻ അവൻ തീരുമാനിക്കാത്തത് കൊണ്ട് ഒക്കെ നാം രക്ഷപ്പെടണം. അവൻ്റെ കാരുണ്യം നമുക്ക് കിട്ടുകയും വേണം, അതിനായി പ്രാർത്ഥിക്കുകയും വേണം. ഒരു കാര്യവും കൂടെ സൂചിപ്പിക്കുകയാണ്. 10-25 നാളുകൾ നാം കലങ്ങിയ കണ്ണുമായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചുണ്ടിൽ ഒരുപാട് ദിക്റുകൾ നാം പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ ഒരുപാട് ദുആകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതെ, മനം നിറച്ചും ദുആയായിരുന്നു. എന്തൊക്കെ പ്രാർത്ഥനകളാണ്! പ്രാർത്ഥനകളുടെ ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത് പോലെ മനം നിറഞ്ഞ പ്രാർത്ഥന അള്ളാഹുവിന് മുമ്പിൽ നടത്തിയിട്ടുണ്ട്. അതിലേറെ പുണ്യം കിട്ടുമെന്ന് കണക്കാക്കി കണ്ണും ചിമ്മി കീശയിൽ കൈയിട്ട് ഉള്ളതെടുത്തു കൊടുത്തുകൊണ്ട് സദഖ കൊടുത്ത നല്ലവരായ മനുഷ്യരെൻ്റെ മുമ്പിലുണ്ട്. എൻ്റെ സമ്പത്ത് വൃത്തിയാകണം, പരിശുദ്ധമാകണമെന്ന് കണക്കാക്കി കണക്ക് നോക്കി സമ്പത്തിൻ്റെ ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് എൻ്റെ സമ്പത്ത് ശുദ്ധമാക്കിയ ഒരു മനസ്സുള്ള നല്ലവരായ ആളുകളും നമ്മളുടെ മുമ്പിലുണ്ട്. എന്തേ ചെയ്തു? എന്തേ നമ്മളങ്ങനെ ചെയ്തു? പടച്ചവനുള്ള വിശ്വാസം, അവനെ കാണാതെ, അവനെ കേൾക്കാതെ, അവൻ്റെ നിർദ്ദേശങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് അറിയാതെ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവനെ നീ പുറത്തു തരണം, ചോദിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. വീഴ്ചകളുണ്ടാകും, അവനത് പുറത്തു തരും. പക്ഷേ പുറത്തു തരണമെന്ന് ആവശ്യപ്പെടുന്ന നമ്മളുടെ മനസ്സിൽ എവിടെയും ഇതരർക്ക്, സഹോദരർക്ക്, കൂട്ടുകാർക്ക്, കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കാതിരിക്കുന്ന ഒരു മനസ്ഥിതി വെച്ച് പുലർത്തരുത്. സ്വാഭാവികമായും അത് അനീതിയാണ്. ഒരു ഭാഗത്ത് നീതി ആഗ്രഹിക്കുന്നു, മറുഭാഗത്ത് അനീതി നമ്മൾ തന്നെ പ്രവർത്തിക്കുന്നു. ഇത്രയും വിശാലമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നാം പോകാതിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുക. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കേണ്ടതെന്ന് തോന്നുകയാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഇനി നമ്മൾ ആകാനാണ് ശ്രമിക്കേണ്ടത് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ കണ്ടെത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ദിവസം നമ്മളെപ്പോലുള്ള എല്ലാവരും കൂടെ നബിയെ കിട്ടിയപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അയ്യുന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമായവൻ ആരാണ് എന്ന് പറഞ്ഞതാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയിരുന്ന ആളുകൾ ചോദിക്കുകയാണ്. ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി ഞാൻ എങ്ങനെയുള്ള ആളാകണം? അതിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മനുഷ്യനാകാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഹബീബ്? അള്ളാഹുവിൻ്റെ ഹബീബ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നവൻ ആരാണോ അവനാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നവൻ ആരാണോ അവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്ന വാക്കിന് മറുപടി പറയേണ്ട ആ സ്ഥാനത്ത് ഞാനുണ്ടോ നോക്കുക. അതെ, ആ വൃത്തത്തിൻ്റെ അകത്ത് ഞാനുണ്ടോ? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നവൻ ഞാനാണോ? രണ്ടാമത്തെ ചോദ്യമുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, ഇഷ്ടപ്പെട്ട ആളാരാന്ന് ചോദിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യർക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവൻ ആരാണോ അവനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. നമ്മളിങ്ങനെ കണക്ക് കൂട്ടി നോക്കും, ഒന്ന് കണക്ക് കൂട്ടി നോക്കണം. ഞാൻ എൻ്റെ കുടുംബത്തിന്, എൻ്റെ അയൽപക്കത്തിന്, എൻ്റെ മഹലിന്, എൻ്റെ പ്രദേശത്തിലുള്ളവർക്ക്, എൻ്റെ ബന്ധുമിത്രാദികൾക്ക് ആർക്കാണ് ഞാൻ അഹബ്ബ്? അവരോട് ചോദിച്ചു നോക്കണം. നമ്മളെ പറ്റി 100 കൂട്ടം വർത്തമാനങ്ങൾ അവർക്ക് പറയാനുണ്ടാകും. എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. ഞാൻ മലയാളം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് അസ്വസ്ഥത ആവശ്യമില്ല. നല്ല മലയാളമാണ്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത. എങ്ങനെയാണ് ഇവർക്ക് അള്ളാഹു അവരെ ഹബീബാക്കി അംഗീകരിക്കുക? ഹബീബായാലോ ഒരു നല്ലൊരു ഗുണമുണ്ട്, പിന്നെ പഠിച്ചപ്പോൾ നമ്മൾ നരകത്തിലെടുത്ത പ്രശ്നമില്ല. അള്ളാഹിന്റെ ഹബീബ് നരകത്തിലോ? സാധ്യതയില്ലാലോ. അള്ളാഹിന്റെ ഹബീബ് നരകത്തിലില്ലാതിരിക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അൻഫഅന്നാസ്, ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളവൻ. ഇനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ മാത്രമുള്ള പണി എന്താണ്? എല്ലാ കൊല്ലവും ഉംറ ചെയ്യുക, എല്ലാ കൊല്ലവും ഹജ്ജ് ചെയ്യുക, അതുപോലുള്ള കർമ്മങ്ങൾ നിർവഹിക്കുക, ഇതല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. മറ്റൊരു സഹോദരൻ്റെ മനസ്സിൽ സന്തോഷിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നവൻ ആരാണ്, സന്തോഷമുണ്ടാക്കുന്നവൻ ആരാണോ അവനാണ്, ആ പ്രവർത്തനമാണ് ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഇത് 2 എണ്ണമെങ്കിലും ഈ റമദാനിലൂടെ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അത് നിലനിർത്തി തരാൻ വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു അംഗീകരിക്കും.